അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതും നിസ്കാരം നിലനിർത്തുക എന്നുള്ളതും സക്കാത്ത് കൊടുക്കുക എന്നുള്ളതും നമുക്ക് മുമ്പേ കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ ഒക്കെയും വേദത്തിൽ അവർ പ്രബോധനം ചെയ്ത പ്രബോധനത്തിലൊക്കെയും ഉണ്ടായിരുന്ന കാര്യമാണ്. ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. തീർച്ചയായും വേദക്കാരിൽ നിന്നും അതുപോലെ സത്യനിഷേധികളായ ഈ ആളുകളിൽ നിന്നുമുള്ളവർ, ബഹുദൈവ വിശ്വാസികളായ ആളുകൾ, അവർ നരകത്തിലാണ്. ഫീനാരി ജഹന്നമ ഖാലിദീന ഫീഹാ, നരകത്തിൽ നിതാന്തവാസികളായിരിക്കും. നിരന്തരം എല്ലാ സമയത്തും അനാകാലം നരകത്തിലായിരിക്കും എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഉലൈക ഹും ശർറുൽ ബരിയ, അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ. ആ പ്രയോഗമാണ് നമ്മൾ അവസാനമായി പറഞ്ഞ് അവസാനിപ്പിച്ചത്. അള്ളാഹുവിന് ദുനിയാവിലുള്ള സൃഷ്ടികളിലെ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആരാണ്? അവരെ സൃഷ്ടിച്ച റബ്ബിനെ നിഷേധിച്ചു കളഞ്ഞ, അവർക്ക് വഴിയും വെളിച്ചവുമായി വന്ന പ്രവാചകന്മാരെ നിഷേധിച്ചു കളഞ്ഞ ആളുകളാണ്. ആ പ്രവാചകന്മാരുടെ നുബുവത്തിനെയും റിസാലത്തിനെയും ഒക്കെ നിഷേധിക്കുകയും അള്ളാഹു ഉണ്ട് എന്നതിനെ നിഷേധിച്ചു കളയുകയും ചെയ്ത ആളുകളെക്കാൾ വലിയ ദോഷികൾ, വിവരദോഷികൾ ഈ ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ട വേറെ ആരുമില്ല. അവരാണ് ഏറ്റവും മോശപ്പെട്ട ആളുകൾ. അവിടെ മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നത് കാണാം, ഈ സൃഷ്ടിജാലങ്ങളിൽ ബാക്കിയുള്ളതിനെല്ലാം അള്ളാഹു ആകുന്ന സൃഷ്ടാവിനെ പേടിയുണ്ട്, ഭയമുണ്ട്. ഓരോ ജീവജാലത്തിനും അള്ളാഹുവിനെ കടുക്കാനുള്ള ദിക്റുകളുണ്ട്. സൂര്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർണയത്തിനനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. യാസീൻ ഓതിയപ്പോൾ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രനും സൂര്യനും ഈ കാണുന്ന ഗോളങ്ങളും എല്ലാം കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, ഇതെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ലോകത്തുള്ള സകല ജീവജാലങ്ങളും എന്ന് മാത്രമല്ല അവയ്ക്കൊക്കെ റബ്ബിനെ പേടിയുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യദിനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണല്ലോ. വെള്ളിയാഴ്ച ദിവസമാണല്ലോ അന്ത്യദിനത്തിന് വേണ്ടി. ഖിയാമത്ത് നാളാവാൻ സാധ്യതയുള്ള ദിവസം വെള്ളിയാഴ്ചയാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക. വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ ലോകത്തുള്ള സർവ്വ സൃഷ്ടി ചരാചരങ്ങളും മനുഷ്യരൊഴികെ ഈ ചെറിയ ജീവജാലങ്ങളെല്ലാം ഇന്ന് ഖിയാമത്ത് നാളാകുമോ എന്ന് ഭയപ്പെടും എന്നാണ്. അവയൊക്കെയും അവയുടെ ചെവി കൂർപ്പിക്കുകയും ഇന്ന് ഖിയാമത്താണോ എന്ന് ഭയപ്പെടുകയും ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്തയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നമുക്കുള്ള പേടിയില്ലാത്ത, നമ്മൾ നേരത്തെ പള്ളിയിൽ നിന്നിരുന്നു പറഞ്ഞു, നമ്മളല്ലെങ്കിൽ താമസിച്ച് ഒരു പള്ളിയിൽ നിന്നിരുന്ന് വർത്താനം പറയും. ലോകത്തുള്ള സകല ജീവജാലങ്ങളും വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ പഠിച്ചോനെ ഇന്നെങ്ങാണ് ഖിയാമത്ത് നാളാകുമോ എന്ന് ഭയപ്പെടും എന്നാണ്. ഇന്നാണോ റബ്ബേ ഖിയാമത്ത് ഉണ്ടാവുക, എന്നാണോ സൂര്യൻ ഊതപ്പെടുക, ഈ ഭൂമിയും പ്രപഞ്ചങ്ങളും എല്ലാം നശിക്കുന്ന ഒരു ദിവസം ഇന്നാണോ എന്നൊരു ഭയം ഈ ജീവജാലങ്ങൾക്കൊക്കെ ഉണ്ടാവും. ലോകത്തുള്ള സകല സൃഷ്ടിചരാചരങ്ങളും അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട് എന്ന് കൂടി അതിൽ നിന്ന് നാം മനസ്സിലാക്കുക. ഇതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ദിക്റുകളും അവയ്ക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ഇബാദത്തുകളും ഉണ്ട്. നാളെ പരലോകത്ത് അതിനൊക്കെ വിചാരണയുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഈ മുശ്രിക്കായ മനുഷ്യൻ അല്ലെങ്കിൽ കാഫിറായ മനുഷ്യൻ, സത്യനിഷേധിയായ മനുഷ്യൻ, അല്ലാഹുവേ ഞാനും അവരെ പോലെ ആയിരുന്നെങ്കിൽ യാലൈതനി കുന്തു തുറാബ എന്ന് പറയുന്ന രംഗമുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ അവര് മോശപ്പെട്ട ആളുകളാണ്, സൃഷ്ടികളിൽ തന്നെ മോശപ്പെട്ട ആളുകളാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് ഉലൈക ഹും ഖൈറുൽ ബരിയ. തീർച്ചയായും വിശ്വസിച്ച ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾ, ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് ഉലൈക ഹും ഖൈറുൽ ബരിയ, അവർ സൃഷ്ടികളിൽ ഉത്തമരാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹുവിൽ വിശ്വസിച്ചു. രണ്ട്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു. മൂന്നാമത്തത്, അവരാണ് സൃഷ്ടികളിൽ ഉത്തമരായ ആളുകൾ. അപ്പൊ ഈമാൻ ഉണ്ട് എന്നതിന്റെ അടയാളമാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത്. ഈമാൻ എന്നുള്ളത് ഒരു വിത്താണ്.
ആ വിത്ത് ഹൃദയത്തിൽ കിടന്ന് അതിന്റെ മുള പൊട്ടി ചില്ലകളും ശാഖകളും ഒക്കെയായി വരുന്നതാണ് നമ്മുടെ നിസ്കാരത്തിലൂടെ നോമ്പിലൂടെ ഒക്കെയും കാണുന്നത്. അപ്പൊ ഈമാൻ ഖൽബിലുണ്ട് എന്നതിന്റെ അടയാളമാണ് സൽക്കർമ്മം ചെയ്യാറുണ്ട്. ഇത് രണ്ടും യോജിപ്പിച്ചുകൊണ്ടാണ് പല സ്ഥലത്തും പറഞ്ഞത് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. രണ്ടും ഉണ്ടാവണം, വിശ്വാസവും ഉണ്ടാകണം, സൽക്കർമ്മവും ഉണ്ടാകണം. ഇത് രണ്ടും കൂടി കൂടുമ്പോഴേ ഒരു മനുഷ്യന് സ്വർഗം കിട്ടുകയുള്ളൂ. ഇത് രണ്ടുമില്ല, വിശ്വാസം മാത്രം മതി അമലൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അവന്റെ വിശ്വാസം പൂർണ്ണമായില്ല എന്നാണ് അതിന്റെ അർത്ഥം. വിശ്വാസം മാത്രം മതി, ഞാൻ അല്ലാഹുവിന്റെ റസൂലിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്, അമലൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് അമല് മാത്രം മതി, വിശ്വാസം ഇനിയിപ്പോ എന്തായാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. അമൽ കുറെ സൽക്കർമ്മ ദുനിയാവിൽ ഇങ്ങനെ ചെയ്താൽ മതി, ഖൽബിൽ പക്ഷെ അല്ലാഹുവിന്റെ റസൂലിലൊന്നും ഒരു വിശ്വാസവും ഇല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് പലരെയും കാണിച്ചിട്ട് അവര് സ്വർഗത്തിലാണോ ഇവര് സ്വർഗത്തിലാണോ, ദുനിയാവിൽ ഒരുപാട് സൽക്കർമ്മം ചെയ്ത ആളുകളാണല്ലോ, ത്യാഗം ചെയ്ത ആളുകളാണല്ലോ, അവര് സ്വർഗത്തിലാണോ ഇവര് സ്വർഗത്തിലാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവർക്ക് നമുക്ക് മറുപടി പറയാൻ പറ്റുന്ന ആയത്താണ്. അവരാരും ദുനിയാവിൽ ജീവിച്ചിരുന്ന പലരെയും ചൂണ്ടിക്കാണിച്ചിട്ട് അവരൊക്കെ സ്വർഗത്തിലാണോ എന്ന് ചോദിക്കുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്തായിട്ടൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അവരാരും ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ ഒരു സ്വർഗമുണ്ടെന്നോ ഒരു പടച്ചവനുണ്ടെന്നോ ഒരു അല്ലാഹു ഉണ്ടെന്നോ നമ്മളിത് പ്രവർത്തിക്കുന്നത് കൊണ്ട് നാളെ അവിടെ എത്തുമ്പോൾ സ്വർഗം കിട്ടുമെന്നോ ഒന്നും വിശ്വസിച്ചുകൊണ്ട് ഇവിടെ അമൽ ചെയ്ത ആളുകളല്ല. ആണോ? എത്രയോ ആളുകളുണ്ട്, പേര് പരാമർശിക്കാത്തതാണ്. എത്രയോ ആളുകൾ, പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ. ഇപ്പൊ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഗാന്ധി സ്വർഗത്തിലാണോ, അതുപോലെ മറ്റുള്ള സാമൂഹ്യ പ്രവർത്തകരെ, അതുപോലെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ സേവനം ചെയ്ത ആളുകളെ ചൂണ്ടിക്കാണിച്ചു അവരൊക്കെ സ്വർഗത്തിലാണോ, അവരില്ലാത്ത എന്ത് സ്വർഗമാണെന്നൊക്കെ ചിലരൊക്കെ ചോദിക്കാണ്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ഇത് രണ്ടും പ്രധാനമാണ്. അപ്പൊ ഇവരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അല്ലാഹു ഉണ്ട്, ആ റബ്ബനിക്ക് കൂലി തരും എന്ന് വിചാരിച്ചിട്ട് അമൽ ചെയ്ത ആളുകളല്ല. അവരുടെ ഈമാൻ അങ്ങനെയല്ല. അവരിവിടെ സൽക്കർമ്മങ്ങൾ ചെയ്തു, അതിനുള്ള കൂലി അല്ലാഹു വേറെ കൊടുക്കും. അതിനുള്ള കൂലി ദുനിയാവിൽ തന്നെ അവർക്ക് പേരും പ്രശസ്തിയും അവർക്ക് ആവശ്യമുള്ളതൊക്കെയും കൊടുക്കും. ആഖിറത്തിലെ സ്വർഗം അതാർക്കുള്ളതാണ്, അത് ഈമാനുള്ളവരുള്ളതാണ്. അപ്പൊ അവരുടെ ഈമാൻ എന്ന് പറയുന്നത് അവർ അല്ലാഹുവിനെ പ്രതീക്ഷിച്ചോ, സ്വർഗം പ്രതീക്ഷിച്ചോ, നാളെ ആഖിറത്തിലെത്തുമെന്നോ, വിചാരണ ചെയ്യുമെന്നോ, ഖൈറും ശർറും വേർതിരിക്കുമെന്നോ, നന്മയും തിന്മയും വേർതിരിക്കുന്ന ഒരു ദിവസം വരുമെന്നോ ഒന്നും കരുതിയിട്ട് അമൽ ചെയ്ത ആളുകളല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഈമാൻ ദുർബലമാണ്. ഈമാൻ വേറൊരു വഴിയിലാണ്. അവരത് ആഗ്രഹിച്ചിട്ടുമില്ല, പ്രതീക്ഷിച്ചിട്ടുമില്ല. അമിലു സ്വാലിഹാത്ത് ഉണ്ടാവുക, ഒരാൾ നല്ല ഈമാനുണ്ട്, ഭയങ്കര ഈമാനാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, ഇത് രണ്ടും പറ്റില്ല. ഇത് രണ്ടിന്റെയും ഉദാഹരണമായിരുന്നു നമ്മുടെ എല്ലാ മുൻഗാമികളായ അമ്പിയാക്കളും സ്വാലിഹീങ്ങളും എല്ലാം. അവർക്ക് തികഞ്ഞ ഈമാനും ഉണ്ടായിരുന്നു, അമലും ഉണ്ടായിരുന്നു. അവർക്ക് ഈമാനും ഉണ്ടായിരുന്നു, അമലുണ്ടായിരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് പകലും നമസ്കരിക്കുകയും ദിക്റ് ചൊല്ലുകയും ഒക്കെ ചെയ്തത്. ഈമാനുണ്ട്, അമലുണ്ട്. അപ്പൊ ഇത് രണ്ടും നമുക്കുണ്ടാകും. അപ്പൊ അമലും ഈമാനും, ഈമാനില്ലാത്ത അമൽ കൊണ്ട് ഒരു കാര്യമില്ല, അമലില്ലാത്ത ഈമാൻ കൊണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ അമലും ഉണ്ടാകണം, ഈമാനും ഉണ്ടാകണം. എന്നാൽ ഉലൈക ഹും ഖൈറുൽ ബരിയ, അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരെന്ന് പരിശുദ്ധമായ ശ്രേഷ്ഠരെന്ന് പരിശുദ്ധമായ ഖുർആൻ. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠം. അല്ലാഹുവിന് ഇത്രയേറെ സൃഷ്ടികളുണ്ടല്ലോ, ആ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ അവരാണ്. മഹാന്മാരായ മുഫസ്സിറുകൾ ചർച്ച ചെയ്യുന്നുണ്ട്, അമലു സ്വാലിഹാത്ത് ഈമാനൊക്കെ വർദ്ധിച്ച ആളുകളുടെ ശ്രേഷ്ഠത എത്രയാണ്. മലക്കുകൾക്കപ്പുറം പോകുമോ? മലക്കുകൾക്കപ്പുറമുണ്ടോ മനുഷ്യന്റെ പദവി? തീർച്ചയായും മലക്കുകളുടെ മേലെയാണ് പദവി. അതിന്റെ തെളിവാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി മിഅ്റാജിന്റെ രാവിൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ വരെയുള്ളൂ, അങ്ങ് ഇതിന്റെ അപ്പുറത്തേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം. എനിക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, എന്റെ ഏരിയ കഴിഞ്ഞു, എന്റെ സ്ഥലം കഴിഞ്ഞു, എനിക്ക് അനുവദിക്കപ്പെട്ട പരിധിയും പരിമിതിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങാണ് ഇനി പോകേണ്ടത്. കാരണം അങ്ങേക്ക് അല്ലാഹു നൽകിയ പദവി എന്നെക്കാൾ എത്രയോ വലുതാണ്. അപ്പൊ അമലു സ്വാലിഹാത്ത് ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങൾ ശരിക്കും മലക്കുകളുടെയും മേലെ എത്തും, അവരുടെ ഈമാൻ കൊണ്ട്, അവരുടെ പദവികൾ കൊണ്ട്. അതല്ലേ മഹാനായ സയ്യിദുനാ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു
അള്ളാഹുവിന്റെ മലക്കുകൾ സ്വാലിഹീങ്ങളായ മുൻഗാമികളുടെ ഒക്കെ പലരുടെയും ചരിത്രം നമ്മൾ പറയാറില്ലേ? അവരെ തലക്കും പൊതിഞ്ഞോവർ മഹാന്മാരായ മലക്കുകൾ പോലും അന്നേരം മലക്കുകൾ മെയ്യെന്ന് ചെന്നാരെ. ശരിയാണ് മൊഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞത് എന്ന് മലക്കുകൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സൽക്കർമ്മങ്ങൾ കൊണ്ടൊരു മനുഷ്യൻ മലക്കുകളുടെയും മേലെ എത്തും. സൽക്കർമ്മങ്ങൾ കൊണ്ടൊരു മനുഷ്യൻ മലക്കുകൾ പോലും ആദരിക്കുന്ന പദവിയിൽ എത്തും, മലക്കുകൾ പോലും ബഹുമാനിക്കുന്ന പദവിയിൽ എത്തിച്ചേരും. അപ്പൊ ഉലായിക്കഹും ഖൈറുൽ ബരിയ. അതുപോലെ തന്നെയാണ് തൊട്ടുമുമ്പത്തായത്തും ഉലായിക്കഹും ശർറുൽ ബരിയ എന്ന് പറഞ്ഞത്. ഒരു മനുഷ്യൻ ദുർമാർഗിയായാൽ ലോകത്തെ ഈ ജീവികളുടെ ഒക്കെ താഴെ എത്തിയിരിക്കും, ഒരു മൃഗത്തിന്റെ വിലയേക്കാൾ താഴെ എത്തും. അപ്പൊ നന്മ ചെയ്ത ആള് മലക്കിനും മേലെ എത്തും, തിന്മ ചെയ്തവൻ മൃഗത്തിനും താഴെയായി പോകും. അവന്റെ സ്വഭാവം ഒരു മൃഗത്തിനോട് പോലും നമുക്ക് ചേർത്ത് പറയാൻ പറ്റാത്ത അതിൽ താഴെയായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് വിശ്വാസവും അമലുകളും സൽക്കർമ്മങ്ങളുമുള്ള മനുഷ്യർ അവരാണ് ഏറ്റവും ശ്രേഷ്ഠർ, അവരാണ് ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഉത്തമരായ ആളുകളെന്നും പരിശുദ്ധ ഖുർആൻ അവസാനത്തായ ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറദൂ അൻ ذلك لمن خشي ربه. അല്ലാഹുവിൽ വിശ്വസിച്ച് അമൽ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത മനുഷ്യർ അവർക്ക് അല്ലാഹുവിലുള്ള പ്രതിഫലം ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്ൻ. അവർക്ക് അല്ലാഹുവിലുള്ള പ്രതിഫലം സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗമാണ്, എല്ലാ കാലത്തും വസിക്കാൻ പറ്റുന്ന സ്വർഗ്ഗം. ജസാഉഹും ഇൻദ റബ്ബിഹിം, അല്ലാഹുവിൽ അവർക്കുള്ള പ്രതിഫലം ജന്നാത്തു അദ്ൻ, സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗം. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അരുവികൾ താഴത്തുകൂടി ഒഴുകുന്ന മനോഹരമായ സ്വർഗ്ഗം. ഖാലിദീന ഫീഹാ അബദാ, അവരതിൽ നിത്യമായിരിക്കും. അല്ലാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഈ ആയത്തുകൾ വിശദീകരിക്കുന്ന മഹാന്മാരായ മുഫസ്സിറുകൾ തൊട്ടുമുമ്പ് നരകത്തെ കുറിച്ച് പറഞ്ഞതിൽ ഖാലിദീന ഫീഹാ എന്ന് മാത്രമല്ല, അബദാ എന്നില്ല. ശേഷം പറഞ്ഞ സ്വർഗ്ഗത്തെ പറഞ്ഞപ്പോൾ ഖാലിദീന ഫീഹാ അബദാ, നിത്യപദം വസിക്കുന്നവരായിരിക്കും. നരകത്തെ കുറിച്ച് മറ്റു പല സ്ഥലങ്ങളിൽ പറഞ്ഞപ്പോൾ അബദൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഭാഗം പറഞ്ഞപ്പോൾ മഹാന്മാരായ മുഫസ്സിറുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. നരകത്തിൽ നിന്ന് ചിലപ്പോൾ അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് ചില ആളുകളൊക്കെ രക്ഷപ്പെട്ടേക്കാം, അതുകൊണ്ടാണ് അവിടെ നിത്യമായി എന്ന് പറയാതിരുന്നത്. എന്നാൽ ഒരാൾ സ്വർഗത്തിലെത്തിയാൽ പിന്നെ അയാൾ നരകത്തിലേക്ക് മടങ്ങുകയില്ല. അല്ലാഹു നമ്മെ നമ്മുടെ മാതാപിതാക്കളെയൊക്കെ മക്കളെയും കുടുംബങ്ങളെയൊക്കെ സ്വർഗത്തിലാക്കി തരുന്നു. അപ്പൊ സ്വർഗത്തിലെത്തുക എന്നുള്ളത് അല്ലാഹു സ്വർഗം നൽകും, ആ സ്വർഗത്തിന്റെ അടയാളമാണ്. റമദാന്റെ ക്ലാസ്സിലൊക്കെ സ്വർഗം വിശാലമായി പറഞ്ഞത് താഴത്തുകൂടി അരുവികൾ ഒഴുകുന്ന അത്ര മനോഹരമായ അരുവികളുടെ മേലെയുള്ള മനോഹരമായ കൊട്ടാരങ്ങളിൽ, സ്വർഗ കൊട്ടാരങ്ങളിൽ അല്ലാഹു തആല അവർക്ക് നിത്യമായ വാസം ഉണ്ടാകും, നിത്യമായ എല്ലാ കാലത്തും ജീവിക്കാവുന്ന സ്വർഗം. അവിടെ അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല, ഒരു വിഷമവും ഉണ്ടാവുകയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു അവസാന ഭാഗം, റളിയല്ലാഹു അൻഹു വറദൂ അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ട് അവർ തൃപ്തിപ്പെട്ടു, അല്ലാഹു അവരെ തൊട്ടും തൃപ്തിപ്പെട്ടു. റളിയല്ലാഹു അൻഹു, അല്ലാഹു അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടു. അതായത് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ അവർ ജീവിച്ചു. അതാണ് പറഞ്ഞത്. അല്ലാഹുവിനെ തൃപ്തിയാവുന്ന തരത്തിൽ അവർ ജീവിച്ചു. നമ്മളൊക്കെ ആലോചിച്ച് നോക്കണം, നമ്മൾ ജീവിക്കുന്നത് അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്ന തരത്തിലാണോ? അല്ലാഹുവിനെ കൊണ്ട് അവരെ തൃപ്തിപ്പെടും. ദീനിന്റെ ഒരു നിയമം വന്നാൽ, ഒരു വിഷയം വന്നാൽ അല്ലാഹുവിന്റെ നിയമം ഇങ്ങനെ ആണല്ലോ എന്നൊരു തൃപ്തി അവർക്കും ഉണ്ട്, അവരുടെ മനസ്സിലുണ്ട്. അവർക്കും റബ്ബാകുന്ന അല്ലാഹു ആകുന്ന സൃഷ്ടാവിനെ തൃപ്തിയാണ്. നിസ്കരിക്കാൻ വരുന്നതിൽ അവർക്ക് തൃപ്തിയാണ്. ദീനിന്റെ നിയമം അനുസരിച്ച് ജീവിക്കാൻ അവർക്കൊരു പ്രയാസവും ഇല്ല. ആ രീതിയിൽ അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. വലിയ അർത്ഥതരങ്ങളുള്ള ആയത്താണ്. മഹാന്മാരായ മുഹാജിറുകളായ സ്വഹാബത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകണം, നാട് വിട്ടു പോകണം, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഞങ്ങൾ തയ്യാറാണ്. അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സ്വന്തം നാട് വിട്ടു പോകാൻ വരെ അവർ തയ്യാറാണ്. ബദർ യുദ്ധത്തിനാണ് ഞങ്ങൾ തയ്യാറാണ്. അല്ലാഹു അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടു, അവരെ അല്ലാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെട്ടു. ദീനിന്റെ നിയമങ്ങളിൽ തൃപ്തിപ്പെടുക, അല്ലാഹുവിനെ റസൂലിനെ തൃപ്തിപ്പെടുക. റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ
മുഹമ്മദിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാലിക ലിമൻ ഖശിയ റബ്ബ. ആരൊരാൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുവോ അവനുള്ളതാണ് ഇപ്പറഞ്ഞ സ്വർഗങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്, ഈ സൂറത്ത് അവസാനിക്കുന്നത്. ദാലിക ലിമൻ ഖശിയ റബ്ബ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ ആരുണ്ടോ അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ പറഞ്ഞ ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അരുവികൾ ഒഴുകുന്ന മനോഹരമായ സ്വർഗ്ഗം. അല്ലാഹുവിനെ ഭയപ്പെടാതെ അല്ലെങ്കിൽ വിശ്വസിക്കാതെ അമൽ ചെയ്യാതെ നടക്കുന്ന ആളുകൾക്കല്ല അല്ലാഹുവിന്റെ ഭയം എപ്പോഴും കൽബിലുണ്ട്. പഠിച്ചവനെ ഞാൻ മരിച്ചു പോവല്ലോ, എന്നെ വിചാരണ ചെയ്യുമല്ലോ, സ്വർഗത്തിൽ എത്തേണ്ടി വരുമല്ലോ എന്നൊക്കെയുള്ള ഒരു പേടി എപ്പോഴും കൽബിലുള്ള മനുഷ്യൻ. ഈ സൂറത്ത് ആദ്യത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഓതുന്ന ആളിനെ അല്ലാഹു തആല മറക്കുകയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു പറഞ്ഞ മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നമ്മുടെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. സദഖല്ലാഹു മൗലാനൽ അസീം. അല്ലാഹുവേ, ഞങ്ങളിൽ പഠിച്ച സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ നന്നാക്കി തരണേ അല്ലാഹുവേ. നീ പറഞ്ഞ സൽക്കർമ്മികളിലും ഈമാനുള്ളവരിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. നീ തൃപ്തിപ്പെട്ടവരിലും നിന്നെ തൃപ്തിപ്പെട്ടവരിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. നിന്നെ ഭയപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. നിന്റെ സ്വർഗ്ഗം കിട്ടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. അവിടെ നിരാന്തവാസികളായിരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. നിന്റെ നരകത്തെ തൊട്ടുള്ള കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. നരകത്തിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ നീ കാത്തുരക്ഷിക്കണം അല്ലാഹുവേ. ഞങ്ങളുടെയൊക്കെയും ജീവിതം ബറക്കത്തിലും ഖൈറിലും സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെയും ഹാസിലാക്കി തരണേ അല്ലാഹുവേ. രോഗങ്ങളൊക്കെയും ശിഫയാക്കി തരണേ അല്ലാഹുവേ. പ്രയാസങ്ങളൊക്കെയും മാറ്റി തരണേ അല്ലാഹുവേ. ദുആ വസിയത്ത് ചെയ്യുന്നവരുണ്ട് ഒരുപാട് ആളുകൾ, ഞങ്ങൾക്ക് കടമപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും ഖൈർ നൽകണേ അല്ലാഹുവേ. ഖുർആനിനു വേണ്ടി ഞങ്ങൾ ചെലവഴിച്ച ഈ സമയം പരലോകത്ത് വലിയ ഉപകാരമുള്ള സമയമായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹുവേ. ഞങ്ങളെ തൊട്ട് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികളുടെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ നാട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും ഒക്കെ ഹജ്ജിന് വേണ്ടി ഒരുപാട് ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഒക്കെ യാത്രയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹുവേ. റാഹത്ത് നൽകണേ അല്ലാഹുവേ. അവിടെ ഞങ്ങളുടെ സഹോദരങ്ങളായ ലക്ഷക്കണക്കിന് ഹജ്ജാജിമാർ ഒത്തുചേരുമ്പോൾ നീ എല്ലാവിധമായ അനുഗ്രഹങ്ങളും വർഷിപ്പിച്ചു നൽകണേ അല്ലാഹുവേ. അപകടമോ പ്രയാസമോ വിഷമമോ നീ നൽകല്ല അല്ലാഹുവേ. ഒരു കുതന്ത്രമോ ചതിയോ നീ അവിടെ നടപ്പിലാക്കല്ല അല്ലാഹുവേ. റബ്ബേ, നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാഹുവേ. എല്ലാ കർമ്മങ്ങളും റാഹത്താക്കി കൊടുക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ, ഞങ്ങളെ ഓരോരുത്തരെയും നീ അറിയും, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ അറിയും, വിഷമങ്ങൾ അറിയും. നിന്റെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് നീ പരിഹാരം നൽകണേ അല്ലാഹുവേ. ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്ത എല്ലാവരെയും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.